UFC 313 തീർന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രഡിക്ഷൻ, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രഡിക്ഷൻ വീണ്ടും ബാങ്ക് ഓൺ ടാർഗറ്റ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അങ്കലേവ് ജയിച്ചിരിക്കുകയാണ്. ദുഃഖം എന്താണെന്ന് അറിയാമല്ലോ, അലക്സ് പെരേര തോറ്റുപോയി. ഇതാണ് ദുഃഖം. എന്താ ചെയ്യുക? അപ്പം സന്തോഷം, ദുഃഖം, ബട്ട് ദാറ്റ് ഇസ് ലൈഫ്. അഗൈൻ കോണർ മെഗ്രഗർ പറയുന്ന പോലെ ഇരീഷ് വാട്ട് ഇരീഷ്. ഓക്കെ, അപ്പോൾ ആഴത്തിൽ ഫൈറ്റ് കണ്ടു ഞാൻ. നമ്മൾ നോട്ടൊക്കെ ചെയ്തു. ദേ പേനയൊക്കെ ഉണ്ട്, ബുക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനി ആഴത്തിൽ കാണണം, ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ വാട്ട് ഹാപ്പൻഡ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ടു മൊഹമ്മദ് അങ്കലേവ്. പുള്ളിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷനിലേക്ക് വന്നപ്പോൾ പുള്ളി വിചാരിച്ചത് കയ്യിൽ നിന്ന് പോയെന്ന് വിചാരിച്ചു കേട്ടോ. അതാണ് സംഭവം. ഡിസിഷൻ ആയിരുന്നല്ലോ. അപ്പോൾ അങ്കലേവ് വിചാരിച്ച് തീർന്നു, എൻ്റെ പരിപാടി കഴിഞ്ഞു, ഇത് അലക്സിനെ കൊടുക്കുകയുള്ളൂ. നമ്മളും പറഞ്ഞിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഡിസിഷനിൽ വന്നാൽ കമ്പനി ഒരുപക്ഷെ അലക്സിന് കൊടുത്തേക്കാണ്. മൊഹമ്മദ് അത് നിങ്ങൾ നോക്കിയാൽ മതി, അത് മൊഹമ്മദ് അത് വിചാരിച്ചിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ വിന്നർ ഡിക്ലെയർ ചെയ്തപ്പോൾ അങ്കലേവിന് തന്നെ പിന്നെ പുള്ളിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അറിയാമല്ലോ, പുള്ളിയും അലക്സിനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വന്ന് ഈ ലെവലിലെത്തി. ഹി ഈസ് സ്പീച്ച്ലെസ് എന്നൊക്കെ പറയത്തില്ലേ, പുള്ളിക്ക് എന്ത് സംസാരിക്കണം എന്നറിയാൻ വയ്യ. ഓക്കെ, എനിവേസ് പല കാരണങ്ങളാൽ ഈ ഫൈറ്റ് സ്പെക്ടാക്കുലർ ആയിരുന്നു. ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാ ഫൈറ്റിലും പോലെ തന്നെ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സർപ്രൈസിങ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കലേവിൻ്റെ സ്റ്റാൻഡപ്പ്. ഒരുപക്ഷെ അങ്കലേവ് ഈ ഫൈറ്റ് ജയിച്ചത്, എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അങ്കലേവിൻ്റെ റെസ്ലിംഗ്, അലക്സിൻ്റെ റെസ്ലിംഗ്, അലക്സ് തൊട്ടാ പറക്കും എന്നൊക്കെ. നമ്മൾ അതും വീഡിയോ ഇട്ടിരുന്നു. അതിന് അധികം വ്യൂസ് വന്നില്ല. ഇപ്പോഴും അതിന് 1000 വ്യൂസ് ക്രോസ് ആയിട്ടില്ല. എൻ്റെ ചാനൽ കിടപ്പുണ്ട്. സ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അലക്സ് പെരേരയുടെ റെസ്ലിംഗ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട്. നമ്മൾ അതിനകത്ത് പറഞ്ഞാണ് അലക്സിൻ്റെ റെസ്ലിംഗ് ഡീസൻ്റ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് വന്നപ്പോൾ അലക്സ് എക്സ്ട്രാ ഓർഡിനറി റെസ്ലിംഗ് ഡിഫൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഗ്ലോവറിൻ്റെ ക്രെഡിറ്റ് ആയിരിക്കും അത്. അപ്പോൾ അവിടെ നമ്മൾ ഞെട്ടിപ്പോയി. അങ്കലേവിൻ്റെ എന്താ പറയുക, റെസ്ലിംഗ് അറ്റാക്കുകൾ അങ്ങോട്ട് വർക്കായില്ല. അപ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ അങ്കലേവ് ജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്കലേവിൻ്റെ സ്റ്റാൻഡപ്പ് ആയിരുന്നു. ഒരുപക്ഷെ അല്ലേ, എനിക്കതിനെ തോന്നി, ഒരുപക്ഷെ ആ ആദ്യത്തെ റൗണ്ടുകളിലൊക്കെ, എസ്പെഷ്യലി സെക്കൻഡ് റൗണ്ട് അങ്കലേവ് അലക്സിൻ്റെ സ്റ്റാൻഡപ്പിനെ കംപ്ലീറ്റ്ലി ബീറ്റ് ചെയ്തു. ഒരു മൊമെന്റിൽ അലക്സ് പെരേര നോക്കൗട്ട്, ആ ലാസ്റ്റ്, എനിക്ക് തോന്നുന്നു റൗണ്ട് 2 തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നു. റൗണ്ട് 2ന്റെ ലാസ്റ്റിൽ അലക്സ് നോക്കൗട്ട് ആയെന്ന് വിചാരിച്ചു നമ്മൾ. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം റൗണ്ട് 2, റൗണ്ട് 3, അതുകൊണ്ടൊക്കെ ആയിരിക്കാം അങ്കലേവിന് ആ ആദ്യ റൗണ്ടുകളിൽ അലക്സ് പെരേര സ്റ്റാൻഡപ്പിൽ അത്യാവശ്യം ഡീസൻറ്റ് പ്രകടനം, വളരെ നല്ലതൊന്നും വേണ്ട, അത്യാവശ്യം ഡീസൻറ്റ് പ്രകടനം കാഴ്ചവെച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി അലക്സ് പെരേരയ്ക്ക് ഈ വിക്ടറി കൊടുക്കും. പക്ഷേ സ്റ്റാൻഡപ്പിൽ മൂപ്പരെ അങ്കലേവ് ആദ്യ റൗണ്ടുകളിൽ പരാജയപ്പെടുത്തി എന്ന് വേണം പറയാൻ. ബട്ട് ഇറ്റ് ഈസ് എ മിക്സ് മാർഷൽ ആർട്സ്. സോ അങ്കലേവ് റെസ്ലിംഗ് അറ്റാക്ക് നടത്തുകയും അതിനകത്ത് ഒരു രക്ഷയില്ല. അങ്കലേവിന് അലക്സിനെ ഒന്ന് അനക്കാൻ പോലും പറ്റിയില്ല എന്നുള്ളത് എന്ന് മാത്രമല്ല, എത്ര പേര് ശ്രദ്ധിച്ചു, നമ്മൾ ഈ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ടത്. റൗണ്ട് 4ന്റെ ലാസ്റ്റിൽ ആ ഒരു ക്ലിഞ്ചിങ് പൊസിഷനിൽ നിൽക്കുമ്പോൾ അലക്സിന്റെ വക ഒരു ജൂഡോ ത്രോ, അത് ജൂഡോ ത്രോ എന്നും പറയാം, മുയ്ത്തായ്ക്കാർ ചെയ്യുന്ന ഒരു തരം ത്രോ ആണത്. അങ്കലേവ് പറന്നുപോയി താഴെ പോയി കിടന്നു. ദാറ്റ് വാസ് സ്പെക്ടാക്കുലർ. സോ അലക്സ് പെരേര ഹാസ് ബിക്കം എ റെസ്ലർ ആൻഡ് അങ്കലേവ് ഹാസ് ബിക്കം എ സ്റ്റാൻഡപ്പ് ഐറ്റം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു അലക്സിനെ അറിയാമായിരുന്നു, അലക്സിന്റെ ടീമിനും അറിയാമായിരുന്നു, അതായത് അങ്കലേവ് റെസ്ലിംഗ് കൊണ്ട് വരും. അത് തന്നെ സംഭവിച്ചു. നല്ലോണം പുള്ളി അത് തന്നെ പ്രിപ്പയർ ചെയ്തു. എനിക്ക് തോന്നുന്നു സ്റ്റാൻഡപ്പിൽ പുള്ളി വലുതായിട്ട് ഫോക്കസ് ചെയ്തു, ബിക്കോസ് ഹീസ് ഓൾറെഡി എ കിക്ക് ബോക്സർ അലക്സ് പെരേര, അതുകൊണ്ടായിരിക്കാം. ബട്ട് അങ്കലേവ് നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡപ്പ് പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. അത് കാണാനുണ്ടായിരുന്നു ആദ്യത്തെ റൗണ്ടുകളിൽ. ആൻഡ് ദാറ്റ് പെർഫോമൻസ് ഏൺഡ് അങ്കലേവ് ദിസ് വിക്ടറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പോൾ ഈ ഫൈറ്റ് വീണ്ടും കാണേണ്ടതായിട്ടുണ്ട്. ഞാനിത് വീണ്ടും വീണ്ടും കാണും. ബിക്കോസ് ഐ വോണ്ട് ടു സീ ഹൗ അങ്കലേവ് ഡിഫീറ്റഡ്. അങ്കലേവ് എങ്ങനെ അലക്സ് പെരേരനെ പോലെ ഒരു ഹൈ ലെവൽ കിക്ക് ബോക്സറിനെ ഓവർടേക്ക് ചെയ്തു. വൺ തിങ്. സെക്കൻഡ്, ഈ ഫൈറ്റ് കാണേണ്ടത് അങ്കലേവിനെ പോലെ കോമ്പാക്ട് സംഭവം പുള്ളി ചെറുപ്പം മുതലേ ചെയ്യുന്നതാണ്. അപ്പോൾ റെസ്ലിംഗ് സ്ട്രോങ് ആയിരിക്കും. ആ റെസ്ലിങ്ങിനെ എങ്ങനെയാണ് അലക്സ് പെരേര ഡിഫെൻഡ് ചെയ്തത് ആ കേജിൽ നിന്നിട്ട്? ഒരു ടേക്ക് ഡൗൺ പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, അലക്സിന് ഒരു ടേക്ക് ഡൗൺ കിട്ടി അങ്കലേവിന് ടുവേർഡ്സ് ലാസ്റ്റ്. സോ ഈ രണ്ട് കാരണങ്ങളാൽ ഈ ഫൈറ്റ് നമ്മൾ വീണ്ടും വീണ്ടും കണ്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. സ്പെക്ടാക്കുലർ മാൻ, സ്പെക്ടാക്കുലർ. പിന്നെന്താ മറ്റ് ഫൈറ്റ്സ്, വാട്ട് ടു സേ, ഈ ഫൈറ്റിന് മുമ്പിൽ മറ്റ് ഫൈറ്റ്സ് അത് നമ്മുടെ മറ്റു ബ്രദേഴ്സ്, യൂട്യൂബ് ബ്രദേഴ്സ് പറയും, ഡിസ്കസ് ചെയ്യും. ബട്ട് വി സ്റ്റിക്ക് ഓൺ ടു ദിസ് അലക്സ് പെരേര വേഴ്സസ് മൊഹമ്മദ് അങ്കലേവ്. പിന്നെ ഇടയ്ക്ക് ആ അങ്കലേവിന്റെ ഭാഗം ഒരു പുഷ് കിക്ക് ശ്രദ്ധിച്ചിരുന്നു, അത് സൂപ്പർ ആയിരുന്നു, ഞെട്ടിപ്പോയി. അലക്സ് പെരേര ആക്ച്വലി അങ്കലേവിന്റെ സ്റ്റാൻഡപ്പ് കണ്ട് ഞെട്ടിപ്പോയി. അങ്കലേവ് അലക്സ് പെരേരയുടെ റെസ്ലിംഗ് കണ്ട് ഞെട്ടിപ്പോയി അല്ലേ? സ്പെക്ടാക്കുലർ. Congratulations to Magomed Ankalaev. Once again, our prediction.